മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന് സമരസമിതി ആവശ്യപ്പെടുന്നു. പുതിയ ഡാം വേണ്ട എന്ന തമിഴ്നാട് സർക്കാരിന്റെ നയപ്രഖ്യാപനം കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ്. സംസ്ഥാന ബജറ്റിൽ പുതിയ അണക്കെട്ടിനെ കുറിച്ച് പരാമർശമില്ലാത്തത് നിരാശാജനകമാണെന്നും കേരള തമിഴ്നാട് സർക്കാരുകൾക്കിടയിൽ അന്തർധാര സംശയിക്കുന്നുവെന്നും സമരസമിതി പറയുന്നു. പ്രതികരണത്തിലേക്ക്. തമിഴ്നാട്ടിലെ ബഡ്ജറ്റിന് മുമ്പുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇത് തീരത്തുള്ള ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് വേണ്ടി ഇരു സംസ്ഥാനങ്ങളും സ്വീകാര്യമായ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മധ്യസ്ഥതയിലോ മറ്റാരുടെയെങ്കിലും മധ്യസ്ഥതയിലോ പ്രശ്നത്തിന് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രഖ്യാപനത്തിൽ നിന്നും ഗവൺമെന്റ് പിന്മാറണം. അതുകൊണ്ട് ഇരു കൂട്ടർക്ക് സ്വീകാര്യമായ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി കാലങ്ങളായി ഉണ്ടായിരുന്ന ഊഷ്മള ബന്ധം നിലനിർത്തുവാൻ തമിഴ്നാട് മുന്നോട്ട് വരണമെന്നുള്ളൊരു അഭിപ്രായവും അപേക്ഷയുമാണ് മുല്ലപ്പെരിയാർ സമരസമിതിക്കുള്ളത്. ഇപ്പോൾ ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു പരാമർശമേ ഇല്ല. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വലിയൊരു അന്തർധാര ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളൊരു വേദന മുല്ലപ്പെരിയാർ സമരസമിതി വിഷയത്തിൽ പങ്കുവയ്ക്കുകയാണ്. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി. രാഹുൽ, വർഷങ്ങളായി ഈ സമരസമിതി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പുതിയ ഡാം ഉണ്ടാകില്ല, അത് പാടില്ല എന്നുള്ള തീരുമാനം വരുമ്പോഴാണ് ഇപ്പോൾ സമരസമിതി സംബന്ധിച്ചത് ആശങ്ക ഉയർത്തുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിനോട് എന്തെങ്കിലും ഒരു നിവേദനം പുതുതായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ഇപ്പോൾ സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള അന്തർധാര എന്ന സംശയമൊക്കെയാണ് ഉയർത്തുന്നത്? സ്മൃതി, ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നതായിരുന്നു മാറി മാറി വന്ന സർക്കാരുകളുടെ നിലപാട്. തമിഴ്നാട്ടിലും കേരളത്തിലും പുതിയ സർക്കാരുകൾ വന്നപ്പോൾ പുതിയ ഡാമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതായിരുന്നു ഈ സമരസമിതി ഉൾപ്പെടെ പ്രതീക്ഷിക്കുകയും ചെയ്തത്. പക്ഷേ തമിഴ്നാട് സർക്കാർ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ട, പകരം നിലവിലുള്ള ഡാമിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചാൽ മതി, അതുകൂടാതെ അതിന്റെ പരിശോധനകളൊക്കെ കൃത്യമായി നടത്തിയാൽ മതി, അതുകൂടാതെ 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താനുള്ള ശ്രമങ്ങൾ കൂടി തമിഴ്നാട് നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം കേരള ജനതയോടുള്ള വെല്ലുവിളിയാണെന്ന് ഈ സമരസമിതി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനെ ഉൾപ്പെടെ നേരിട്ട് കണ്ടുകൊണ്ട് നിവേദനം സമർപ്പിക്കാൻ തന്നെയാണ് നിലവിൽ സമരസമിതിയുടെ തീരുമാനം. അതുകൂടാതെ തമിഴ്നാട് മുഖ്യമന്ത്രിയും കാണാൻ വേണ്ടി സമരസമിതി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നേരത്തെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സുപ്രീം കോടതിയെ അറിയിക്കാം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തതാണ്. അതിനൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ പെരിയാർ തീരത്തുള്ള ആളുകൾ കാണുകയും ചെയ്തത്. പക്ഷേ ബജറ്റിൽ ഉൾപ്പെടെ മുല്ലപ്പെരിയാറിന്റെ പേര് പോലും പരാമർശിക്കാൻ സർക്കാരിനായിട്ടില്ല. ഇത് തമിഴ്നാട് കേരള സർക്കാരുകൾക്കിടയിൽ അന്തർധാരയുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നുവരെ സമരസമിതി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് പെരിയാർ തീരത്തുള്ള ആളുകളുടെ ആശങ്ക പങ്കുവയ്ക്കാൻ തന്നെയാണ് തീരുമാനം. അതേസമയം തന്നെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കൂടാതെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള കോംപ്രഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ ഉടൻ തന്നെ നടത്തിക്കൊണ്ട് നിലവിലെ ഡാമിന്റെ അവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും സമരസമിതി പറയുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ തമിഴ്നാട് സർക്കാരുകൾ ഈ മുല്ലപ്പെരിയാറിൽ എത്തിയ ശേഷം പല സുരക്ഷാ പരിശോധനകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. റോബോട്ടിന്റെ സഹായത്തോടെ ഉൾപ്പെടെ ഒരു 3 മാസം മുമ്പും പരിശോധനകൾ നടത്തിയാണ്. പക്ഷേ ഈ പരിശോധനയുടെ റിപ്പോർട്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സുരേഷാണ് പുതിയ ഡാം വേണമെന്ന സമരസമിതിയുടെ ആവശ്യത്തിന് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.